ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് കുമരകത്തുള്ള വലിയമട വാട്ടർ ഫ്രണ്ട് ടൂറിസം പ്രൊജക്റ്റിലാണ്. ഇതൊരു പാർക്കാണ്. 5 ഏക്കർ വിസ്തൃതിയിലുള്ളൊരു പാർക്കാണിത്. ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ VM വാസവൻ സാറായിരുന്നു. നമുക്കപ്പോൾ പാർക്കിനുള്ളിൽ കയറി നോക്കാം എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഇവിടെ ഉള്ളത്. ഇത് ആക്ച്വലി കുമരകം ബേർഡ് സാഞ്ചുറിയിൽ നിന്ന് ഒരു 15 മിനിറ്റ് വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. വലിയമട വാട്ടർ ഫ്രണ്ട് ടൂറിസം പ്രൊജക്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് DTPCയുടെ അണ്ടറിൽ വരുന്നതാണ്. ഇപ്പോൾ അത് ഒരു രാജേഷ് എന്ന് പറയുന്ന ഒരാൾ റിലീസിനെടുത്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രൊജക്റ്റ്. നമുക്കപ്പം ഈ പാർക്കിനുള്ളിലേക്ക് കയറാം. പാർക്കിനുള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നും അവിടുത്തെ കാഴ്ചകളും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ ഫ്രണ്ടിൽ തന്നെ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റുകൾ വരുന്നത്. എൻട്രി പാസ് വരുന്നത് 50 രൂപയാണ്. ഇവിടെ പെഡൽ ബോട്ടും അതുപോലെ തന്നെ കയാക്കിങ്ങും ഉണ്ട്. പെഡൽ ബോട്ടിന് 200ഉം അതുപോലെ തന്നെ കയാക്കിങ്ങിന് 250ഉമാണ് റേറ്റ് വരുന്നത്. സൗജന്യമായിട്ട് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും പ്രവേശനമുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലീസിനെടുത്തിരിക്കുന്ന ആൾ ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് രാജേഷ് എന്നാണ്. ഇത് മോള് ഗാർഗി. ഇവർ രണ്ടുപേരും കൂടെയാണ് ഇവിടെ മൊത്തത്തിൽ മാനേജ് ചെയ്യുന്നത്. ഇവിടെ വേറെ സ്റ്റാഫുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സാറിന് വേറെയും പ്രോപ്പർട്ടീസ് ഇവിടെ ഉണ്ട്. കുമരകത്ത് തന്നെ ഗാർഗി റിസോർട്ടുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് രീതിയിലാണ് സാറ് കൂടുതലും സാറിന് എക്സ്പീരിയൻസും കാര്യങ്ങളും. എന്തുകൊണ്ടാണ് കുമരകത്ത് വന്ന് ഈ ഒരു പ്രോപ്പർട്ടി വന്ന് ഏറ്റെടുക്കാനും അതിനുള്ള ധൈര്യം കാണിക്കാനുള്ള കാരണം, ഇവരുടെ മുമ്പോട്ടുള്ള എയിം എന്താണ്, ഈ ഒരു പ്രോപ്പർട്ടീനെ കുറിച്ച് ഉള്ള വിശ്വാസം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സാറിനോട് തന്നെ ചോദിച്ചറിയാം. ഹായ് സർ. ഹലോ, ഞാൻ ഹോസ്പിറ്റാലിറ്റി ഫീൽഡിൽ 25 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ആദ്യം എനിക്ക് ഹൗസ് ബോട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഗസ്റ്റുകളുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ. അതിനകത്ത് കൂടുതൽ ലാഭമല്ല. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാം. ഇത്തരം വലിയൊരു പ്രോപ്പർട്ടി, വലിയ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ 6 ഏക്കർ സ്ഥലത്തിനകത്ത് 5 കോടി രൂപ പഞ്ചായത്ത് മുടക്കി DTPC കൈമാറിയിരിക്കുന്നതാണ്. അതിനകത്തു നിന്നാണ് നമുക്ക് ലീസിന് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1,40,000 രൂപ പെർ മന്ത് ആണ് ഇത് നമ്മൾ റെന്റ് അടയ്ക്കേണ്ടത്. അപ്പൊ ഇത്രയും പൈസ മുടക്കിയിട്ട് നമ്മൾ വെറും 50 രൂപയ്ക്ക് എൻട്രി കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്തു നിന്നുള്ള റിട്ടേൺ അല്ല നോക്കുന്നത്. സാധാരണ ആയിട്ടുള്ള ആൾക്കാർക്കും ഫ്രീ എൻട്രി വന്നിട്ട് ഒരു ലൈഫ് എൻജോയ് ചെയ്യുക, അതാണ് എന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അതുപോലെ തന്നെ കുമരകത്തെ ടൂറിസത്തിനെ ഒന്നുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ടും കൂടെ നിങ്ങൾ ബൂസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇതിന് ഈ പ്രോപ്പർട്ടിക്കകത്ത് ഉള്ളിൽ വന്നാൽ നമുക്ക് എന്തൊക്കെ രീതിയിൽ എൻഗേജ്മെന്റ്സ് ചെയ്യാൻ പറ്റും? ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കയാക്കുണ്ട്, പെഡൽ ബോട്ടുണ്ട്. പെഡൽ ബോട്ട് 4 പേർക്ക് 200 രൂപയാണ്. അതായത് ഒരാൾക്ക് 50 രൂപ ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ഇവിടെ ഉള്ള ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ഫാമിലിക്ക് ഒത്തുകൂടുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് 1-2 പിള്ളേർ വന്നാൽ അവർക്ക് ചെറിയ ചിലവിൽ ഇത് ചെയ്യുക. നന്നായിട്ട് മ്യൂസിക്കൽ നൈറ്റ് ഉണ്ട്. സാറ്റർഡേ സൺഡേ എന്താണെങ്കിലും ഉറപ്പായിട്ടുണ്ട് മ്യൂസിക്കൽ നൈറ്റ് ഉണ്ട്. അതല്ലാതെ ഈവൻസ് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവിടെ ഈവൻസ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ആ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഫൗണ്ടൻ ഉണ്ട്. ഇപ്പൊ നമുക്കൊരു പാർട്ടിയോ ഗെറ്റ് ടുഗദറോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് വന്നിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്താൽ മതി. അതിനുള്ള അറേഞ്ച്മെന്റ്സ് വിത്ത് ഫുഡ് നിങ്ങൾ ചെയ്തു. നമുക്ക് ഇവിടെ തന്നെ ഫുഡ് കോർട്ടാണ് ഇവിടെ ഉള്ളത്. അവിടെ എല്ലാ വെറൈറ്റി ഫുഡുകളും കിട്ടും. അത് ലൈവായിട്ടാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. ഓക്കെ. ഇതിപ്പോ പ്രീ ബുക്ക് ചെയ്യേണ്ടി വരുമായിരിക്കും അല്ലേ ഈ പ്രോപ്പർട്ടി? പിന്നെ ഹോളിഡേയ്സിൽ മാത്രമാണ് ഈ ഫൗണ്ടൻ എങ്ങനെയാ റൺ? എല്ലാ ദിവസവും നമ്മൾ 7 മണിക്ക് ഫൗണ്ടൻ ഓൺ ആവും. അത് ക്രൗഡ് അനുസരിച്ച് 7 മണി 11 മണി വരെ എന്താണേലും ഇവിടെ ആരും ഇല്ലേ പോലും നമ്മൾ 11 മണി വരെ ഇവിടെ ഓപ്പൺ ആയിരിക്കും. കുമരകത്ത് നൈറ്റ് ലൈഫ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ. നല്ല എയിമാണ്, നല്ല തീമാണ് എന്തായാലും ചെയ്തിരിക്കുന്നതും. ഇപ്പം അത്യാവശ്യം ക്രൗഡഡ് ആണ് കേട്ടോ. ഈ ഏരിയ നമ്മൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു സമയം ഒരു 9:30 ആയിട്ടുണ്ട്. എന്നിട്ടും ഒരുപാട് ക്രൗഡുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു പേയ്മെൻറ്റ് എന്നുള്ളതിനുപരി ഇവരുടെ ഒരു സന്തോഷം, അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി, അല്ലെങ്കിൽ ആളുകളെ ആയിട്ടുള്ള ഒരു എൻഗേജ്മെൻറ്റ്, അതൊക്കെയാണ് ഇവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കുമരകത്തുള്ളവരല്ലാതെ വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ വരണം. എന്നിട്ട് ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇവിടെ എന്നും തന്നെ സാറും ഉണ്ടാവുമല്ലോ അല്ലേ? സാറും മോളും എല്ലാവരും ഇന്ററാക്ട് ചെയ്താണ് ഇടുന്നത്. ഇനിയിപ്പോ ഇൻ കേസ് ഇല്ലെന്നുണ്ടെങ്കിൽ മോള് ഫുൾ ടൈം തന്നെ കാണും. 3 മണി മുതൽ മോള് കാണും, 11 മണി വരെ കാണും, ഞാനും കാണും. എല്ലാവരുമായിട്ട് തന്നെ നമ്മൾ മിങ്കിൾ ചെയ്താണ് പോകുന്നത്. ഓക്കെ. പിന്നെ ഈ കയാക്ക് അല്ലാതെ പിന്നെ പെഡൽ ബോട്ട് അല്ലേ? കയാക്കുണ്ട്, പെഡൽ ബോട്ടുണ്ട്, വാട്ടർ ബലൂൺ. ഓക്കെ. അതിപ്പോ കറന്റ്ലി ഉള്ളതാണോ? എത്ര ഏജ് വരെയുള്ള ആളുകൾക്കാണ്? അത് നമുക്ക് എത്ര ഏജ് ആണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ലിമിറ്റേഷൻ ഒന്നും ഇല്ല. 5 മിനിറ്റ് ആണ് അതിന്റെ
സമയം 5 മിനിറ്റ് കഴിയുമ്പോഴേ തിരിച്ചു വരിക. ആ ഒരു അതിന് 250 രൂപയാണ് ഒരാൾ പെർ ഹെഡ്. 250 വരുന്നത് അല്ലേ? പിന്നെ ഒരു പിള്ളേർ ഹോഴ്സ് റൈഡ് ഉണ്ട്. ഹോഴ്സ് റൈഡ് ഈ സൈഡില് അത് ഒരു റൗണ്ട് 100 ആണ് ഒരു റൗണ്ടിനല്ലേ? ഒരു 2 റൗണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട്. ആ സൈഡ്. ഓക്കെ. സ്നാക്സ് ബാർ ഉണ്ട്, ഐസ്ക്രീമിന്റെ കോർണുണ്ട്, തട്ടുകടയുണ്ട്. ഓക്കെ. എന്താണേലും വൈകുന്നേരം വരുന്നവർക്ക് 50 രൂപ മുടക്കി കഴിഞ്ഞാൽ ലാവിഷായിട്ട് ഇവിടെ കയറി ഇറങ്ങി എൻജോയ് ചെയ്യാം. അതാണ്. നമ്മളിപ്പം ഈ പാർക്കിനുള്ളിലേക്ക് കയറി കഴിഞ്ഞ് ആദ്യം നേരെ നോക്കുമ്പോൾ തന്നെ കാണുന്ന ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, അതുപോലെ തന്നെ ഫൗണ്ടൻ ആണ്. മ്യൂസിക് ഫൗണ്ടൻ ആണ് ഇവിടെ ഉള്ളത്. പല പല കളറുകൾ. നമ്മൾ സാധാരണ ഈ ഫൗണ്ടൻസ് ഒക്കെ നമ്മൾ മൈസൂർ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത്. കേരളത്തിനകത്ത് എനിക്ക് തോന്നുന്നു മലമ്പുഴയിലല്ലാതെ വേറെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഫൗണ്ടൻ. ഇപ്പോൾ കുമരകം പോലുള്ള ചെറിയൊരു ഗ്രാമത്തിൽ ഇങ്ങനെ ഫൗണ്ടൻ വെച്ചിട്ട് വേറെ ഒരു വലിയൊരു നല്ലൊരു സെറ്റപ്പിലുള്ള ഒരു പാർക്ക് ഇവിടെ ആദ്യമായിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലോട്ടൊന്ന് കയറി നോക്കാം. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നന്നായിട്ട് ഫ്ലോട്ട് ഇത് കണ്ടോ? ഇത് എന്ത് സാധനം വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. ഇതിനടിയിൽ നമ്മളിത് നടക്കുമ്പോൾ നന്നായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ട്. ഇതിൻ്റെ 2 സൈഡിലും ഒരു സൈഡിൽ കയാക്ക്, അതുപോലെ തന്നെ പെഡൽ ബോട്ടിൻ്റെ കാര്യങ്ങളെല്ലാം, പെഡൽ ബോട്ടൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്, ആളുകൾക്ക് വന്നിട്ട് കയറാം. ഇതെല്ലാം എക്സ്ട്രാ ചാർജ് ആണ്. പക്ഷേ ഇതിലൊന്നും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ റേറ്റൊന്നും ഇല്ല. എല്ലാ ആളുകൾക്കും, എല്ലാ ക്ലാസ്സിലുള്ള ആളുകൾക്കും വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കേട്ടോ ഇത്. ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ തന്നെ ഒരു ഈവനിങ്ങിൽ നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലം. കൂടുതലും ഇവിടെ നമുക്ക് ആക്ടിവിറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു വീക്കെൻഡ് ആണെങ്കിലും വന്നിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ടൈമിങ് വൈകുന്നേരം 4 മണി മുതൽ രാത്രി 11 മണി വരെ ഉണ്ട്. അതുകൊണ്ട് ടൈമിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ലേറ്റ് ആയിട്ട് ഒരു 8 മണിക്ക് വന്നാലും നിങ്ങൾക്ക് ഇവിടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം. ഫുഡ് കോർട്ട് ഇവിടെ ഇവർ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുമരകത്ത് എന്തുണ്ട് കാണാനെന്ന് ചോദിക്കുന്നവരോട് ആദ്യമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് കുമരകത്ത് വലിയമട വാട്ടർ ഫ്രണ്ട് ടൂറിസം പാർക്ക്. ഇത് എല്ലാവർക്കും ബെനിഫിഷ്യലായിട്ട് തന്നെ വരും. നമുക്ക് കുട്ടികളെയായിട്ട് മെയിനായിട്ട് കുട്ടികളുടെ ഒരു പാർക്കുണ്ട്. നമുക്കിനി കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നുള്ളത്. ഇത് ഈ പോണ്ടിന് നടുക്കാണ് കേട്ടോ ഇവരിങ്ങനെ ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിപ്പം ലീസിനെടുത്തിട്ടുള്ള ആളാണെങ്കിൽ പോലും ആൾ ചെയ്യുന്നത് ഈ കുമരകത്തിൻ്റെ ടൂറിസം കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യാനായിട്ടും, അതുപോലെ തന്നെ DTPCയോട് ചേർന്നിട്ട് തന്നെ കുമരകം ടൂറിസം പ്രൊമോട്ട് ചെയ്യാനായിട്ടും, കുമരകത്തെ ആളുകൾക്കല്ലാതെ ഔട്ട്സൈഡ് പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കാണെങ്കിലും ഒരു ടൂറിസത്തിനെക്കുറിച്ചും കുമരകം എന്താണെന്നുള്ളതിനെക്കുറിച്ചും അറിയിക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് പുള്ളിക്ക് ഹോസ്പിറ്റാലിറ്റി ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അല്ലെങ്കിൽ ആളുകളെയായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് ലീസിനെടുത്ത രാജേഷ് സാറിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയും കൂടെ പുള്ളിയുടെ ഒരു ഇൻട്രസ്റ്റിലും കൂടി വേണ്ടി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ഒരു പാർക്ക്. ഈ പാർക്കിലെ വേറൊരു ഭയങ്കരമായിട്ട് എന്നെ അട്രാക്ട് ചെയ്തൊരു കാര്യം ഈ വാട്ടർ ബലൂണാണ് കേട്ടോ. ഞാൻ എറണാകുളത്ത് ഒരു പാർക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇത്. അതല്ലാതെ ഞാനിത് കണ്ടിട്ടില്ല. ഇവിടെ കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എവിടെയെങ്കിലും ഉണ്ടോ? കൊച്ചിയിൽ വേറെ 1-2 സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഇവിടെ നമ്മുടെ കുമരകത്ത് നമ്മുടെ വീട് നിൽക്കുന്ന സ്ഥലത്ത് ഈ ഒരു ആക്ടിവിറ്റിയൊക്കെ വരുന്നതെന്ന് വെച്ചാൽ വളരെ സന്തോഷമുണ്ട് വന്നതിലും. അതുപോലെ തന്നെ ഇതിന് വരുന്നത് എക്സ്ട്രാ കോസ്റ്റ് ആണ് കേട്ടോ. എക്സ്ട്രാ നമ്മൾ ചാർജബിൾ ആയിരിക്കും ഇതിനകത്ത് കയറണമെങ്കിൽ. പെർ ഹെഡ് വരുന്നത് 250 ആണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. നമ്മൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ നടന്ന് കുറച്ച് ദൂരം വരുന്ന സമയത്ത് 2 സൈഡിലും 2 ഹട്ടുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് വന്നിരുന്ന് സംസാരിക്കാനും റിലാക്സ് ചെയ്യാനും പറ്റിയൊരു സ്പോട്ടാണ്. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ബാക്ക് സൈഡിലുള്ള ഈ ഒരു വാട്ടർ ഫൗണ്ടെയിൻ എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് ദൂരം നമ്മൾ നടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ 2 ഹട്ടുകൾ 2 സൈഡിലായിട്ട് കാണാൻ പറ്റും. ഈ ഹട്ടിൽ നമുക്ക് ഫുഡ് കോർട്ടാണ് ആക്ച്വലി. ഇതിനകത്ത് നമുക്കിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. ഇവിടെ ലൈവ് കിച്ചൺ ഉണ്ട്. അപ്പോൾ അവർ ലൈവായിട്ട് ഫുഡ് കുക്ക് ചെയ്ത് തരാറുണ്ട്.
ആവശ്യക്കാർക്ക് വന്നിട്ട് ബർത്ത്ഡേ ഫംഗ്ഷൻസോ പാർട്ടീസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കിവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എല്ലാം തന്നെ വെച്ചിട്ടുണ്ട്. വാഷ്റൂമും ടോയ്ലറ്റും എല്ലാം ഉണ്ട്. വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ഈ ഹട്ട് ചെയ്തിരിക്കുന്നത്. വെള്ളത്തിൽ തൂണുകൾ നാട്ടിയിട്ട് അതിൻ്റെ മേളിൽ ഹട്ട് ചെയ്തിരിക്കുകയാണ്, ഫുഡ് കോർട്ട് ചെയ്തിരിക്കുകയാണ്. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതാണ് ഇവിടുത്തെ ലൈവ് കുക്കിംഗ് കൗണ്ടർ കേട്ടോ. നമ്മൾ അതിന് പുറത്ത് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫുഡുകളെല്ലാം ലിസ്റ്റെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഓർഡർ ചെയ്യാം. അപ്പോൾ തന്നെ ഇവർ കുക്ക് ചെയ്ത് തരുവാണ് ചെയ്യുന്നത്. ഇവിടെയുള്ള ഫുഡിൻ്റെ മെനൂസാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. വെജും നോൺ വെജും എല്ലാം അവൈലബിൾ ആണ്. ഇത് ഇവിടുത്തെ ഒരു സൈഡിലുള്ള ചിൽഡ്രൻസ് പാർക്ക് ഏരിയയാണ്. ഇതിനകത്ത് സ്ലൈഡർ അതുപോലെ തന്നെ സീസോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരെണ്ണം ഇവിടുത്തെ കുതിര സഫാരിയാണ് കേട്ടോ. ഇതിനകത്ത് ഈ ഒരു പാർക്ക് മൊത്തത്തിൽ ഒരു 2 തവണ ഈ കുതിരയെ കൊണ്ട് അവർ റൗണ്ട് ചെയ്യിക്കും. ഇതിന് നമുക്ക് വരുന്ന ചാർജ് എന്ന് പറയുന്നത് പെർ ഹെഡ് 100 ആണ്. നമ്മൾ പാർക്കിൻ്റെ എൻട്രൻസിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് നടക്കുമ്പോൾ കാണുന്ന പോർഷനാണ് ഇത്. ഒരു വാക്ക് വേ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ എല്ലാവർക്കും ഇരിക്കാനും റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഇരിപ്പിടങ്ങളും പിന്നെ മനോഹരമായ ലൈറ്റുകൾ കൊണ്ട് തന്നെ ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ലൈറ്റുണ്ട്. നമ്മളിപ്പോൾ നടന്നു പോകുന്ന ഇവിടുത്തെ ഒരു നാടൻ തട്ടുകടയിലേക്കാണ്. പഴയ കാലത്തെ രീതിയിൽ ഓല വെച്ചിട്ട് മേഞ്ഞിരിക്കുന്ന ഒരു തട്ടുകടയാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ടൈം ഓൾമോസ്റ്റ് കഴിയാനായി, 11 മണി ആകാറായി. അതുകൊണ്ട് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് ആളുകൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഒരു ചെറിയ ഐസ്ക്രീം പാർലർ ഉണ്ട്. പിന്നെ കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു ഷോപ്പുണ്ട്. ചെറിയ ഷോപ്പാണത്. പിന്നെ ഒരു നമ്മൾക്ക് ബർത്ത്ഡേ ഫങ്ഷൻസോ അതുപോലെ നമുക്ക് എന്തെങ്കിലും ചെറിയ ഫങ്ഷൻസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു സ്പേസും കൂടെ ഉണ്ട്. ഒരു ചെറിയൊരു സ്റ്റേജും ഇവിടെ അറേഞ്ച് ചെയ്തിട്ട്. ഡെക്കറേഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് നമ്പർ നമ്മൾ കൊടുത്തേക്കാം. അവർ വേണ്ട അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ ഫുഡിന്റെ മെനുവോ കാര്യങ്ങളോ ഒക്കെ ഇവരെ ഇൻഫോം ചെയ്താൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇവർ ഇവിടുന്ന് അറേഞ്ച് ചെയ്തു തരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം ഈവനിങ് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് വന്നിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു പാർക്ക് തന്നെയാണിത്. ഇത് നല്ല വേർത്ത് ആയിട്ടുള്ളൊരു പാർക്കാണ്. എല്ലാവർക്കും ഇവിടെ വന്നാൽ നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഏജ് കാറ്റഗറിയോ അങ്ങനെ ഒന്നുമില്ല. എല്ലാ ഏജിലുള്ളവർക്കും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പാർക്ക് വന്ന് കാണണം, എൻജോയ് ചെയ്യണം. കുമരകത്താണ്. കുമരകത്ത് കവണാറ്റിങ്കരയാണ് പ്രോപ്പർ പ്ലേസ് വരുന്നത്. കുമരകം ബേർഡ് സാഞ്ചുറിയുടെ ഒക്കെ നിയറസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ബേർഡ് സാഞ്ചുറിയിലും നിങ്ങൾക്ക് കയറാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നിടം വരെ ബൈ.